പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായി സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കേരളം ഉത്സവങ്ങളുടെ നാടാണ്. ഓണം, വിഷു, ക്രിസ്മസ്, റംദാൻ, ബക്രീദ്, ദീപാവലി, ഏത് ഉത്സവമായാലും അതിൽ സന്തോഷിക്കാൻ വ്യാപാരികൾക്ക്, വ്യവസായികൾക്കും അവസരമുണ്ട്. കാരണം ഉത്സവം എന്നാൽ വിപണി സജീവമാകുന്ന കാലമാണ്. കടകളിൽ തിരക്ക് കൂടും, ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കും, പുതിയ സ്റ്റോക്ക് എത്തും, വിൽപ്പന കൂടും, പണം വരവിൻ്റെ വേഗത കൂടും. പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്നത് വിൽപ്പനയെക്കുറിച്ചല്ല, വിൽപ്പനയ്ക്ക് പിന്നിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ഒരു ദിവസം നല്ല കച്ചവടം നടന്നാൽ നമ്മൾ സന്തോഷിക്കും. പക്ഷേ ആ ദിവസത്തെ അക്കൗണ്ട് ശരിയായില്ലെങ്കിൽ ആ സന്തോഷം മാസങ്ങൾക്ക് ശേഷം ഒരു GST നോട്ടീസായി തിരികെ വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഉത്സവകാലത്ത് ലാഭം വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ അക്കൗണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ബിൽ നൽകുന്നത് ഒരു കടമയാണ്. ഒരു ബിൽ എന്നത് ഒരു കടലാശ് കഷണമല്ല, അത് നമ്മുടെ വ്യാപാരത്തിൻ്റെ വിശ്വാസ്യതയാണ്. ഉപഭോക്താവിന് നാം നൽകുന്ന സുരക്ഷയാണ്, നമ്മുടെ അക്കൗണ്ടിൻ്റെ തെളിവാണ്. ഓരോ വിൽപ്പനയ്ക്കും ഇൻവോയ്സ് നൽകുക, അതായിരിക്കട്ടെ നമ്മുടെ ആദ്യത്തെ തീരുമാനം. ശരിയായ നികുതി ഈടാക്കുക. നമ്മുടെ ഒരു ചെറിയ തെറ്റ് മാസങ്ങൾക്ക് ശേഷം വലിയ ബാധ്യതയായി മാറാം. അതുകൊണ്ട് ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇനത്തിലെ നിരക്ക് വീണ്ടും പരിശോധിക്കുക. ഇതുപോലെ മറ്റൊന്നാണ് സ്റ്റോക്കിൻ്റെ കണക്കെടുപ്പ്. ഉത്സവക്കാലത്ത് സാധനങ്ങൾ അതിവേഗം വരും, അതിവേഗം പോകും. തിരിച്ചു വരുന്ന സാധനങ്ങളും ഉണ്ടാകും, കേടാകുന്നവയും ഉണ്ടാകും. ഇവയെല്ലാം രേഖപ്പെടുത്താതെ പോയാൽ പിന്നീട് കണക്കുകൾ പൊരുത്തപ്പെടില്ല. സ്റ്റോക്ക് കൃത്യമാണെങ്കിൽ വ്യാപാരിക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മുടെ അവകാശമാണ്, പക്ഷേ അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം. വ്യാജ ബില്ലുകൾ നമുക്ക് വേണ്ട. വിതരണക്കാരൻ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. GST പണം നമ്മുടെ ലാഭമല്ല. ഉപഭോക്താവിൽ നിന്ന് ഈടാക്കിയ GST തുക നമ്മുടെ വരുമാനമല്ല. ആ പണം ഉപയോഗിച്ച് സ്റ്റോക്ക് വാങ്ങിയാൽ അല്ലെങ്കിൽ മറ്റ് ചെലവുകൾ നടത്തിയാൽ റിട്ടേൺ സമർപ്പിക്കുന്ന ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് ആ തുക വേർതിരിച്ച് സൂക്ഷിക്കുന്ന ശീലം നല്ലതാണ്. ഉത്സവകാലം എന്നാൽ ഓഫറുകളുടെ കാലം കൂടിയാണ്. ഓഫറുകൾ നൽകാം, പക്ഷേ രേഖകളും സൂക്ഷിക്കണം. ഓഫർ നല്ലതായിരിക്കണം, അതുപോലെ രേഖകളും നല്ലതായിരിക്കണം. രേഖകൾ തയ്യാറാക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. അവസാന ദിവസം ഫയൽ ചെയ്യാം എന്ന് കരുതിയാൽ കുഴപ്പങ്ങൾ ഉണ്ടാകാം. സെർവർ പ്രശ്നം, ഡാറ്റ പൊരുത്തക്കേട്, അക്കൗണ്ടിംഗ് പിഴവ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. അതിനാൽ റിട്ടേൺ അവസാന ദിവസത്തിനല്ല, ആദ്യ അവസരത്തിനാണ് തയ്യാറാക്കേണ്ടത്. സത്യസന്ധമായ നമ്മുടെ വ്യാപാരമാണ് ഏറ്റവും വലിയ ബ്രാൻഡ്. ഇന്ന് ഉപഭോക്താക്കൾ വില മാത്രമല്ല നോക്കുന്നത്, വിശ്വാസ്യതയും നോക്കുന്നു. നിയമം പാലിക്കുന്ന സ്ഥാപനത്തെ ബാങ്കുകളും നിക്ഷേപകരും കൂടുതൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ പരസ്യം നമ്മുടെ സത്യസന്ധതയാണ്. നിയമം പാലിക്കുന്ന മികച്ച വ്യാപാരികളായി നാം സമൂഹത്തിന് മാതൃകയാകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു നല്ല വ്യാപാരിയുടെ ഏറ്റവും വലിയ സമ്പത്ത് കടയിലെ സ്റ്റോക്കല്ല, ഉപഭോക്താക്കളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്തണമെങ്കിൽ ഗുണമേന്മയോടൊപ്പം നിയമവും പാലിക്കണം. കണക്കുകൾ കൃത്യമായിരിക്കണം. അതാണ് ദീർഘകാല വിജയത്തിൻ്റെ അടിസ്ഥാനം. ഉത്സവം ആഘോഷിക്കാം, വ്യാപാരം വളർത്താം, ലാഭം വർദ്ധിപ്പിക്കാം. പോരായ്മയുണ്ടെങ്കിലും നിലവിലെ വ്യാപാര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സുതാര്യമായും സത്യസന്ധമായും നമുക്ക് മുന്നേറാം. അതാണ് ഉത്തരവാദിത്തമുള്ള സംരംഭകത്വം. അതായിരിക്കട്ടെ നല്ല വ്യാപാരം. എല്ലാവർക്കും സമൃദ്ധമായ തിരുവോണ വ്യാപാര സീസണും വിജയകരമായ GST പരിപാലനവും ആശംസിക്കുന്നു. നന്ദി. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്.